നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും തന്നെ കാത് കുത്തി കമ്മലിടാൻ ആഗ്രഹിക്കുന്നവരാണ്, ശരിയല്ലേ? പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും ഇന്ന് കാതുകുത്താൻ ആഗ്രഹിക്കുന്നു. കാതുകുത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കാത് കുത്തിക്കഴിഞ്ഞ് ദ്വാരം വലുതാകുന്നത് ഇന്ന് സാധാരണയായി കാണാറുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ സാധാരണയായിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുത്താറുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിന് പ്രധാന കാരണം, ഈ കാത് വലുതാകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഭാരമുള്ള കമ്മലുകൾ ഉപയോഗിക്കുന്നതാണ്. എപ്പോഴും ഭാരം കുറഞ്ഞ ചെറിയ കമ്മലുകൾ വേണം സാധാരണയായിട്ട് യൂസ് ചെയ്യാനായിട്ട്. വലിയ കമ്മലുകൾ വിശേഷ അവസരങ്ങൾ, പാർട്ടികളൊക്കെ മാത്രമായിട്ട് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ കാത് കൂടുതലായിട്ട് കീറിയിട്ടുണ്ടെങ്കിൽ അത് കീറിയ ഭാഗവും വലുതായ ദൂരവും കൂടി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു വഴിയായിട്ടുള്ളത്. ഇത് ശരിക്കും ഉണങ്ങാനായിട്ട് 2-3 ആഴ്ചകളെങ്കിലും വേണ്ടി വരും. അതിനുശേഷം മറ്റൊരു സ്ഥാനത്ത് കാത് കുത്തുന്നതാണ് നമുക്ക് നല്ലത്. ഒരിക്കലും പശ വെച്ച് ഒട്ടിക്കുന്ന രീതി ചെയ്യരുത്. വിദഗ്ധ ഡോക്ടർമാരെ കൊണ്ട് മാത്രം കാത് കുത്തിക്കുക. അണുവിമുക്തമായ ഉപകരണമല്ല ഉപയോഗിക്കുന്നതെങ്കിൽ HIV പോലുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. പെട്ടെന്ന് മുറിവുണങ്ങാൻ ആൻറ്റിബയോട്ടിക് ക്രീം ഡോക്ടർ സാധാരണ നൽകാറുണ്ട്, അത് ഉപയോഗിക്കാം. വളരെ ചുരുക്കം അവസരങ്ങൾ മാത്രം ആൻറ്റിബയോട്ടിക് മരുന്നുകൾ അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സും കഴിക്കേണ്ടതായി വന്നേക്കാം. വേദനയും നീരും മാറാനായിട്ട് ഒരു എളുപ്പവഴി, ഉപ്പിട്ട ചെറിയ ചൂടുവെള്ളത്തിൽ തുണി മുക്കി ഒപ്പുന്നത് നല്ലതാണ്. വേദനയൊക്കെ പെട്ടെന്ന് മാറുന്നതാണ്. അത് മാറിയില്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ ആൻറ്റിബയോട്ടിക്സ് മരുന്ന് തന്നെ കഴിക്കണം.